Good morning. Welcome to today's English class. So, in the last class, we discussed about a poetry named The Book. Hope you read the poem and understood perfectly. So, in this class, we are moving to our next story in our unit, Polia. So, from the name itself, from the title itself, you might understand Polia as a central character of the story. നമ്മൾ ഇന്ന് പോളിയ എന്ന് പറഞ്ഞ ഒരു സ്ത്രീ കഥാപാത്രത്തെ കേന്ദ്രീകരിച്ചുള്ള ഒരു കഥയാണ് പഠിക്കാൻ പോകുന്നത്. അതിന് മുമ്പ് തന്നെ, പോളിയിലേക്ക് വരുന്നതിന് മുമ്പ് തന്നെ ലിറ്ററസിയെ കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യേണ്ടത്. ഇതിനൊരു ബേസിക് തീം എന്ന് പറയുന്നത് സാക്ഷരതയാണ്. നമ്മൾ കേരളം ഒന്നാമതാണ് സാക്ഷരത എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും അല്ലേ? അപ്പോൾ എന്താണ് ഈ സാക്ഷരത എന്ന് പറഞ്ഞാൽ? അതെ, എഴുതാനും വായിക്കാനും അറിയാവുന്ന ഒരവസ്ഥയാണ് നമ്മൾ സാക്ഷരത അല്ലെങ്കിൽ ലിറ്ററസി എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ നമ്മുടെ കേരളത്തിൽ എല്ലാ ജനങ്ങൾക്കും എഴുതാനും വായിക്കാനും അറിയാമെന്നാണ് നമ്മൾ അവകാശപ്പെടുന്നത്. അത്രയെങ്കിലും അറിയേണ്ടത് ആവശ്യമല്ലേ? ഇത് അറിഞ്ഞില്ലെങ്കിൽ എന്താണ് കുഴപ്പം എന്നൊക്കെയാണ് നമ്മൾ ചർച്ച ചെയ്യേണ്ടത്. എഴുതാനും വായിക്കാനും അറിഞ്ഞില്ല, അല്ലെങ്കിൽ ഇംഗ്ലീഷ് എഴുതാനും വായിക്കാനും അറിയില്ല, അല്ലെങ്കിൽ മലയാളം എഴുതാനും വായിക്കാനും അറിഞ്ഞില്ലെങ്കിൽ എന്താണ് ബുദ്ധിമുട്ട്? നമുക്കൊരു ജോലി മുഴുവനായും ചെയ്യാനായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ട്, നമുക്കൊരു കാര്യം സ്വന്തമായിട്ട് വായിച്ച് മനസ്സിലാക്കാനുള്ള ബുദ്ധിമുട്ട്, ഒരു പത്രം വായിക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇമ്പോർട്ടൻ്റ് ആയ രേഖ വായിച്ച് മനസ്സിലാക്കാനോ ഒക്കെ ബുദ്ധിമുട്ടാണ്. അപ്പം അങ്ങനെ ഒരാളെ പറ്റിക്കാനും പറ്റിക്കപ്പെടാനും ഒക്കെ വളരെ എളുപ്പം കൂടിയാണ് അല്ലേ? പ്രത്യേകിച്ച് സ്ത്രീകളെ സംബന്ധിച്ച് വിദ്യാഭ്യാസം വളരെ ആവശ്യമായ ഒന്നുകൂടിയാണ്. അപ്പോൾ അവരെ അത് കൂടുതൽ സ്വയം പര്യാപ്തത, അതായത് അടുക്കളയിലേക്ക് മാത്രം ഒതുങ്ങി നിൽക്കേണ്ടതല്ല ഒരു സ്ത്രീയുടെ ജീവിതം എന്നുകൂടി വിദ്യാഭ്യാസം നമ്മളെ പഠിപ്പിക്കും. അങ്ങനെ സാക്ഷരതയ്ക്ക് ഒരുപാട് പ്രാധാന്യമുള്ള ഒരു ലോകത്ത് തന്നെയാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഈ പോളിയ സാക്ഷരതയൊന്നും ഇല്ലാത്ത, അതായത് തീരെ ലിറ്ററേറ്റ് അല്ലാത്ത, എഴുതാനും വായിക്കാനും ഒന്നും അറിയാത്ത ഒരു സാധാരണ കുടുംബത്തിലെ ഒരു അംഗമാണ്. ഈ കഥ നടക്കുന്നത് നമ്മുടെ കേരളത്തിലല്ല, റഷ്യയിലാണ്. റഷ്യയിലെ ഒരു കഥാപാത്രമാണ് ഒരു സാധാരണ പെസന്റ് ഫാമിലി, ഒരു കർഷക കുടുംബത്തിൽ ജനിച്ച പോളിയയും അവർക്കുണ്ടാകുന്ന മാറ്റങ്ങളെക്കുറിച്ചുമൊക്കെയാണ് നമ്മൾ ഈ കഥയിൽ പറയുന്നത്. വളരെ രസകരമായിട്ടുള്ളൊരു കഥയാണ്. ഇതിനോട് ബന്ധപ്പെട്ട 1-2 ടെലിഫിലിംസ് ഒക്കെ ഇറങ്ങിയിട്ടുള്ളതായിട്ട് കണ്ടിട്ടുണ്ട്. അപ്പോൾ ടീച്ചർക്ക് അത് കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്കത് അയച്ചു തരാം. മലയാളത്തിൽ അത് കണ്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പോളിയിലേക്ക് പോവാം. ഓപ്പൺ യുവർ ടെക്സ്റ്റ് ബുക്ക്. ലെറ്റ്സ് റീഡ്. In this fast-growing world, literacy is quite essential. But we know there are a lot of people who cannot even read and write. We must think of ways to help them. Here is a story that tells you about the importance of being literate. So, നമുക്കറിയാം ഇന്നത്തെ ഈ ഒരു മാറിക്കൊണ്ടിരിക്കുന്ന ലോകത്ത്, അതാണ് നമ്മൾ ഇത്രയും നേരം ചർച്ച ചെയ്തത്, ലിറ്ററസിക്ക്, അതായത് വിദ്യാഭ്യാസം അല്ലെങ്കിൽ സാക്ഷരതയ്ക്ക് ഒരുപാട് പ്രാധാന്യമാണുള്ളത്. പക്ഷേ ഒരുപാട് പേര് ഇപ്പോഴും എഴുതാനും വായിക്കാനും അറിയാത്തവരായിട്ട് ഉണ്ട് എന്നുള്ളത് സത്യം തന്നെയാണ്. അപ്പോൾ ഇത്തരത്തിൽ ലിറ്ററസിയുടെ അല്ലെങ്കിൽ സാക്ഷരതയുടെ പ്രാധാന്യം നമ്മൾക്ക് മനസ്സിലാക്കി തരുന്ന ഈ കഥയിലേക്ക് നമുക്ക് പോവാം. പോളിയ. Look into your textbook while I am reading and take a pencil. And if there is any difficult word, you have to underline those words and write the meaning of those words just above that. അപ്പോൾ പെൻസിൽ എപ്പോഴും കയ്യിൽ കരുതിയിരിക്കുക. ബുദ്ധിമുട്ടുള്ള വാക്കുകളുടെ അടിയിലൊക്കെ വരയ്ക്കുക. ഗ്ലോസറി പേജ് നോക്കുക, അല്ലാത്ത ഡിക്ഷണറിയിലേക്ക് നോക്കുക. ടീച്ചർ ക്ലാസ്സിൽ നിന്ന് മനസ്സിലായില്ലെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ ഡിക്ഷണറി നോക്കിയിട്ടാണെങ്കിലും ഡിഫിക്കൽട്ട് വേർഡ്സ് പഠിക്കണം. ഓക്കെ. പോളിയ വാസ് എൻ ഇല്ലിറ്ററേറ്റ് വുമൻ. ഷീ കുഡന്റ് ഈവൻ റൈറ്റ് ഹെർ നെയിം. സോ ആരാണ് ഈ കഥയിലെ പ്രധാന കഥാപാത്രം? പോളിയാണ്. അവളുടെ ഏറ്റവും ആദ്യത്തെ വിശേഷണം എന്താണ്? ഷീ ഈസ് എൻ ഇല്ലിറ്ററേറ്റ് വുമൻ. നമുക്കിത് കഴിഞ്ഞിട്ട് പോളിയുടെ ക്യാരക്ടർ സ്കെച്ച് പഠിക്കാനുള്ളതാണ്. ഇവിടെ പോളിയെ കുറിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഒന്ന് ഓർത്ത് വെച്ചോളൂ. അപ്പോൾ ആദ്യത്തെ വിശേഷണം എന്താണ് പോളിയയ്ക്ക്? ഷീ ഈസ് എൻ ഇല്ലിറ്ററേറ്റ് വുമൺ. ലിറ്ററസി ഇല്ലാത്ത, സാക്ഷരതയില്ലാത്ത, നിരക്ഷരയായിട്ടുള്ള, അതാണ് അതിൻ്റെ കറക്റ്റ് മലയാളം വേർഡ്. ലിറ്ററസി ഇല്ലാത്ത, ഇല്ലിറ്ററേറ്റ് ആയിട്ടുള്ള ഒരു വുമൺ ആണ് പോളിയ. ഷീ കുഡന്റ് ഈവൻ റൈറ്റ് ഹെർ നെയിം. സ്വന്തം പേര് പോലും തെറ്റുകൂടാതെ എഴുതാൻ അവർക്ക് അറിയില്ല. Polia's husband, however, was a responsible government official. പക്ഷേ പോളിയുടെ ഹസ്ബൻഡ് പോളിയെ പോലെയല്ല. ഉത്തരവാദിത്തമുള്ള, റെസ്പോൺസിബിലിറ്റി ഒക്കെയുള്ള ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥനാണ് പോളിയയുടെ ഹസ്ബൻഡ്. He had once been a simple peasant, but 5 years in the city had taught him a lot. Not only how to write his name, but also how to be a successful officer.
പക്ഷേ പോളിയുടെ ഹസ്ബൻഡ് ആദ്യം എങ്ങനെയുള്ള ആളായിരുന്നു? എ സിമ്പിൾ പെസന്റ് ആയിരുന്നു. ഒരു സാധാരണ പെസന്റ് എന്ന വാക്കിന്റെ അർത്ഥം എന്താ? കർഷകനായിരുന്നു. ഒരു സാധാരണ കർഷകനായിരുന്നു പോളിയുടെ ഹസ്ബൻഡ്. പക്ഷെ 5 വർഷത്തെ നഗര ജീവിതം അദ്ദേഹത്തിനെ എന്തൊക്കെ കാര്യങ്ങളാണ് പഠിപ്പിച്ചത്? taught him a lot. Not only how to write his name, അദ്ദേഹത്തിന്റെ പേരെഴുതാൻ മാത്രമല്ല, ഒരു സക്സസ്ഫുൾ ഒരു ഒഫീഷ്യൽ ആവാനും ഒരു ഉദ്യോഗസ്ഥൻ ആവാനും കൂടി ഈ 5 വർഷത്തെ സിറ്റി ജീവിതം അദ്ദേഹത്തെ പഠിപ്പിച്ചു. However, he was not very happy to have an illiterate wife. തന്റെ ഭാര്യ ഇല്ലിറ്ററേറ്റ് ആണ് എന്നതിൽ അദ്ദേഹത്തിന് ഒരുപാട് സങ്കടമുണ്ടായിരുന്നു. അദ്ദേഹം തീരെ ഹാപ്പി അല്ലായിരുന്നു. തന്റെ ഭാര്യയും കൂടി എഴുതാനും വായിക്കാനും പഠിക്കണമെന്ന് ഇദ്ദേഹത്തിന് വളരെ ആഗ്രഹമുണ്ടായിരുന്നു. പോളിയ, you ought to at least learn how to write your name, he used to say to his wife. തന്റെ ഭാര്യയോട് സ്ഥിരമായിട്ട് പറയാറുള്ള ഒരു കാര്യമാണ്. എന്താണ് പറയാറ്? You ought to learn how to write your own name. നിന്റെ പേരെങ്കിലും എഴുതാൻ നീ തീർച്ചയായിട്ടും പഠിച്ചിരിക്കണം. My last name is an easy one. ഇനി എൻ്റെ പേരിന്റെ അവസാനത്തെ വാക്ക് വളരെ എളുപ്പമുള്ളതാണ്. 2 syllables, 2 സെഗ്മെന്റ്സേ ഉള്ളൂ, 2 സിലബിളേ ഉള്ളൂ. കുച്ച് കിൻ. ഇദ്ദേഹത്തിന്റെ പേരിന്റെ അവസാനത്തെ ഭാഗം വളരെ ഷോർട്ടാണ്, 2 സിലബിളേ ഉള്ളൂ. കുച്ച് കിൻ എന്നാണ് ഇദ്ദേഹത്തിന്റെ പേരിന്റെ അവസാനത്തെ ഭാഗം. സോ ആൻഡ് സ്റ്റിൽ യു കാൻ റൈറ്റ് ഇറ്റ്. ഇത്രയും ചെറിയ വാക്കായിട്ട് പോലും നിനക്കത് എഴുതാൻ സാധിക്കുന്നില്ലല്ലോ. ഐ വിഷ് യു വുഡ് ലേൺ. നീ പഠിച്ചിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിച്ചു പോവാണ്. പോളിയ യൂസ് ടു വേർവ് ഇറ്റ് അസൈഡ്. പോളിയെ തല ആട്ടിക്കൊണ്ട് പോളിയോ പറയും, there is no use in my trying to learn it now, Ivan, she would answer. ഇപ്പോൾ ഈ സമയത്ത് ഞാൻ പഠിച്ചിട്ട് എന്തിനാണ് ഇവാൻ? ഇവാൻ എന്നാണ് അപ്പോൾ അദ്ദേഹത്തിന്റെ ആദ്യത്തെ വാക്ക് കേട്ടോ. അപ്പൊ നമുക്ക് മുഴുവനും അദ്ദേഹത്തിന്റെ പേര് നമുക്ക് അടിയിലെ പാരഗ്രാഫിൽ വരുന്നുണ്ട്. അപ്പൊ അദ്ദേഹം എന്താണ് പറയാറുള്ളത്? പോളിയ, ഇപ്പൊ ഞാൻ എന്തിനാണ് പഠിക്കുന്നത് ഇവാൻ? ആൻഡ് ഐ എം ഗെറ്റിംഗ് ഓൾഡ്. എനിക്ക് പ്രായമായി വരികയാണ്. മൈ ഫിംഗേഴ്സ് ആർ ഗെറ്റിംഗ് സ്റ്റിഫ്. എൻ്റെ വിരലുകളൊക്കെ പണ്ടത്തെ പോലെ ഫ്ലെക്സിബിൾ അല്ല, വഴക്കമുള്ളവയല്ല. അതാ വളരെ സ്റ്റിഫായി, വളരെ മരവിച്ചു കഴിഞ്ഞു അവയല്ല. വൈ ഷുഡ് ഐ ട്രൈ ടു റൈറ്റ് നൗ? ഈ സമയത്ത് ഈ പ്രായത്തിൽ ഞാൻ എന്തിനാണ് എഴുതാൻ പഠിക്കുന്നത്? ലെറ്റ് ദ യങ് വൺസ് ലേൺ ഹൗ ടു റീഡ് ആൻഡ് റൈറ്റ്. നമ്മുടെ കുട്ടികൾ എഴുത്തും വായനയും പഠിക്കട്ടെ. Polia's husband was a terribly busy man and did not have the time to argue with his wife, so he kept his mouth shut. അദ്ദേഹത്തിന് പോളിയുമായി തല്ലുകൂടാനുള്ള സമയം പോലും ഇല്ലാത്ത അത്രയും തിരക്ക് പിടിച്ചൊരു ഉദ്യോഗസ്ഥനായിരുന്നു പോളിയുടെ ഹസ്ബൻഡ്. അതുകൊണ്ട് തന്നെ മിക്കവാറും തന്റെ ഭാര്യയുമായി ഒരു തർക്കത്തിന് മുതിരാതെ, ആർഗ്യൂ എന്ന് പറഞ്ഞ തർക്കത്തിൽ ഏർപ്പെടാതെ, he used to keep his mouth shut. തന്റെ വായ അടച്ചു വെക്കാറാണ് പതിവ്. But one day, Ivan Nikolaevich Kuchkin did bring home a special little book. So what is the full name of Polia's husband? പോളിയുടെ ഹസ്ബൻഡിന്റെ ഫുൾ നെയിം എന്താണ്? ഇവാൻ നിക്കോളാവിച്ച് കുച്കിൻ. ആ പേര് പഠിക്കണം കേട്ടോ, അതിന്റെ സ്പെല്ലിങ്ങും. ഇവാൻ നിക്കോളാവിച്ച് കുച്കിൻ. അദ്ദേഹം ഒരു ദിവസം ഒരു സ്പെഷ്യൽ ലിറ്റിൽ ബുക്കാണ് കൊണ്ടുവന്നത്. വീട്ടിലേക്ക് വന്നപ്പോൾ ഒരു കൊച്ചു പുസ്തകം കൊണ്ടാണ് അദ്ദേഹം വന്നത്. Here, Polia, he said, is the latest teach yourself Russian, which is based upon the dates methods. I'm going to show you how to use it. So here, Polia, Polia, നീ ഇത് നോക്ക്. is the latest teach yourself Russian. എന്താണ് ബുക്കിന്റെ പേര്? ടീച്ച് യുവർ സെൽഫ് റഷ്യൻ. സ്വന്തമായി റഷ്യൻ ഭാഷ എങ്ങനെ പഠിക്കാം? ഒരു ഭാഷാ പഠന സഹായി, ഒരു റഷ്യൻ ഭാഷ പഠിക്കാനുള്ള ഒരു പഠന സഹായി ആയിട്ടുള്ള ഒരു ബുക്കും കൊണ്ടാണ് ഇവാൻ നിക്കോളാവിച്ച് കുച്കിൻ അന്ന് വന്നത്. ഇനി ബേസ്ഡ് ഓൺ അപ് ടു ഡേറ്റ് മെത്തേഡ്സ്, ഏറ്റവും പുതിയ രീതികളാണ് ഈ പുസ്തകത്തിൽ ഉപയോഗിച്ചിട്ടുള്ളത്. ഐ ആം ഗോയിങ് ടു ഷോ യു ഹൗ ടു യൂസ് ഇറ്റ്. ഞാനിത് എങ്ങനെയാണ് ഈ പുസ്തകം ഉപയോഗിച്ച് പഠിക്കേണ്ടതെന്ന് നിനക്ക് പറഞ്ഞു തരാം. പോളിയ gave a quiet laugh, took the book in her hands, turned it over and hid it in the cupboard as if to say, let it to be there. Maybe our grandchildren will have some use for it. അപ്പോൾ how did Polia respond? എങ്ങനെയാണ് ഈ പുസ്തകത്തിനോട് പോളിയ പ്രതികരിച്ചത്? അപ്പോൾ തന്നെ അത് വാങ്ങിച്ച് അത് വായിക്കാനുള്ള ശ്രമം നടത്തിയോ? പഠിക്കാനുള്ള ഒരു താല്പര്യം പോളിയ കാണിച്ചോ? No, actually she don't have an ambition to learn. പഠിക്കാനായിട്ട് യാതൊരു ആഗ്രഹവും പോളിയയ്ക്ക് ഉണ്ടായിരുന്നില്ല. പോളിയ gave a quiet laugh. അവൾ പതുക്കെ ഒന്ന് ചിരിച്ചു. And took the book in her hands. ബുക്ക് കയ്യിലെടുത്തു. Turned it over. ഒന്ന് മറിച്ചൊക്കെ നോക്കി. And hid it in the cupboard. Hid എന്ന് പറഞ്ഞാൽ ഹൈഡിന്റെ പാസ്റ്റ് ആണ് അല്ലേ? കബോർഡിന്റെ ഉള്ളിൽ, അലമാരിയുടെ ഉള്ളിൽ അവളത് ഒളിപ്പിച്ചു വെച്ചു.
ആസ് ഇഫ് ടു സേ എന്നിട്ട് എന്താ പറഞ്ഞത്? ലെറ്റ് ഇറ്റ് ബി ദേർ, അത് അവിടെ ഇരിക്കട്ടെ. മേ ബി അവർ ഗ്രാൻഡ് ചിൽഡ്രൻ വിൽ ഹാവ് സം യൂസ് ഫോർ ഇറ്റ്. നമ്മുടെ കൊച്ചുമക്കൾക്ക്, നമ്മുടെ പേരക്കുട്ടികൾക്ക് ഈ ബുക്ക് കൊണ്ട് ഉപയോഗമുണ്ടാവും. വൺ ഡേ പോളിയ സാറ്റ് ഡൗൺ ടു വർക്ക്. അങ്ങനെ ഒരു ദിവസം പോളിയ തന്റെ ജോലികൾക്കായി ഇരിക്കുകയാണ്. ഷീ ഹാഡ് ടു മെൻഡ് ജാക്കറ്റ് ഫോർ ഇവാൻ. മെൻറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ? തുന്ന. അപ്പൊ ഇവാന്റെ ഒരു ജാക്കറ്റ് എന്ന് പറഞ്ഞാൽ കോട്ട് പോലെ ഉപയോഗിക്കുന്നത്, ആ ജാക്കറ്റ് തുന്നിക്കൊണ്ടിരിക്കുകയായിരുന്നു. ദ സ്ലീവ് വാസ് ടോൺ. ആ ജാക്കറ്റിന്റെ സ്ലീവ്, അതിന്റെ കൈയിന്റെ ഭാഗം ഒന്ന് വിട്ടിട്ടുണ്ടായിരുന്നു. So Polya sat down at the table, took up her needle and put her hands under the jacket. She heard something rustling. അങ്ങനെ പോളിയ അത് തുന്നാനായിട്ട് നമ്മുടെ ടേബിളിന്റെ അടുത്തിരുന്നു. took up her needle, സൂചിയൊക്കെ എടുത്തു. and put her hand under the jacket. ആ ജാക്കറ്റിന്റെ അടിയിലേക്ക് തന്റെ കൈകൾ കൊണ്ടുപോയി തുന്നാൻ വേണ്ടിയിട്ട്. At that time she heard something rustling. Do you remember the word rustling? We studied this word in unit number 1. How far is the river? Wrestling. It's a sounding word, അല്ലേ? ഒരു സൗണ്ടിങ് വേർഡിന് എക്സാമ്പിൾ ടീച്ചർ പഠിപ്പിച്ചിരുന്നു. എന്താണ് സൗണ്ടിങ് വേർഡ്? ഒരു സൗണ്ടിനെ ഓർമ്മിപ്പിക്കുന്നത്. റെസ്ലിംഗ് സൗണ്ട് ഓഫ് ദി ലീവ്സ്, അല്ലെ? ഒരു കിരികിരിപ്പാവുന്ന ശബ്ദം, അതിനെയാണ് നമ്മൾ റെസ്ലിംഗ് എന്ന് പറയുന്നത്. അണ്ടർലൈൻ ചെയ്തോളൂ. ഇറ്റ്സ് എൻ എക്സാമ്പിൾ ഫോർ സൗണ്ടിങ് വേർഡ്. ഓക്കെ. മേ ബി ദർ ഇസ് മണി ഇൻ ദ പോളിയ തോട്ട്. പോക്കറ്റിൽ ചിലപ്പോൾ പൈസയായിരിക്കും എന്ന ആ ശബ്ദം കേട്ടപ്പോൾ പോളിയ വിചാരിച്ചു. She looked inside and found a letter. അവൾ അതിനുള്ളിലേക്ക് നോക്കി, പക്ഷെ എന്താ കണ്ടത്? Was it money? ഇത് പൈസയായിരുന്നോ? No, it was a letter. It was a nice clean one with a neat handwriting. So what do you know about the letter? വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ഒരു ലെറ്റർ ആയിരുന്നു. ആൻഡ് എ വെരി ഗുഡ് ഹാൻഡ് റൈറ്റിംഗ്. നല്ല ഹാൻഡ് റൈറ്റിങ്ങിലൊക്കെയുള്ള നല്ല വൃത്തിയുള്ള നല്ല നീറ്റ് ആയിട്ടുള്ള ഒരു കത്തായിരുന്നു. ദ പേപ്പർ സ്മെൽഡ് ഓഫ് പെർഫ്യൂം. പേപ്പറിന് നല്ല പെർഫ്യൂമിന്റെ വാസന ഉണ്ടായിരുന്നു. ആൻഡ് ഇറ്റ് വാസ് ഇൻ എ ബ്ലൂ എൻവലപ്പ്. നല്ല ബ്ലൂ കളറിലുള്ള ഒരു എൻവലപ്പിന്റെ ഉള്ളിലാണ് ഈ കത്ത് ഉണ്ടായിരുന്നത്. പോളിയ became pale. പോളിയ ആകെ വിളറി വെളുത്തു. Was Ivan in love with another woman? എന്റെ ഭർത്താവ്, എന്റെ ഇവാൻ മറ്റേതെങ്കിലും ഒരു സ്ത്രീയുമായിട്ട് പ്രണയത്തിലായിരിക്കോ? Was he exchanging love letters with well-educated ladies and making fun of his poor illiterate wife? ഞാൻ എന്തായാലും ഒരു വിദ്യാഭ്യാസം ഇല്ലാത്തൊരു പെൺകുട്ടിയാണ്, അല്ലെങ്കിൽ ഒരു സ്ത്രീയാണ്. അപ്പോൾ എൻ്റെ ഭർത്താവ് ഇവാൻ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള വളരെ ജോലിയൊക്കെയുള്ള സക്സസ്ഫുൾ ആയിട്ടുള്ള ഏതെങ്കിലും ഒരു വുമണുമായി പ്രേമത്തിലായിരിക്കും, അല്ലെങ്കിൽ അവർക്ക് ലവ് ലെറ്റേഴ്സ് എക്സ്ചേഞ്ച് ചെയ്യുന്നുണ്ടായിരിക്കും എന്നൊക്കെ ആര് സംശയിച്ചു? പോളിയ സസ്പെക്റ്റഡ്. പോളിയ അങ്ങനെ സംശയിച്ചു പോയി. പോളിയ looked at the envelope, took out the letter and unfolded it. But since she was illiterate, how could she read it? അവൾക്കത് വായിക്കണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. അവൾ എന്ത് ചെയ്തു? She took out the letter from the envelope. She unfolded it. എന്താണ് ഫോൾഡ് ചെയ്യാന്ന് പറഞ്ഞാൽ? മടക്കുക. അപ്പൊ അൺഫോൾഡ് ചെയ്യാന്ന് പറഞ്ഞാലോ? മടക്ക് നിവർത്തുക. അവൾ ആ ലെറ്റർ മടക്ക് നിവർത്തിയൊക്കെ നോക്കി. കുറെ നേരം അതിലേക്ക് നോക്കിയിരുന്നു. അങ്ങനെ നോക്കിയിരുന്നാൽ വായിക്കാൻ പറ്റുമോ? ഇല്ല. And how could she read it? അവൾക്ക് എങ്ങനെ വായിക്കാൻ സാധിക്കും? For the first time in her life, Polya was sorry that she had not learned how to read and write. ജീവിതത്തിൽ ആദ്യമായി എഴുതാനും വായിക്കാനും അറിയാത്തതിൽ അവൾക്ക് ദുഃഖം തോന്നി. Even though it is somebody else's letter, she thought, I have got to know what is in it. Maybe it will change my whole life. Maybe Ivan loves another woman. Maybe I will have to go back to the country and work as a peasant. അപ്പോൾ എന്തൊക്കെ ഇരുന്നാണ് പോളി അവിടെ നിന്ന് ചിന്തിച്ചത്? ഈവൻ ദോ ഇറ്റ് ഈസ് സംബഡി എൽസ് ലെറ്റർ. നമ്മൾ മറ്റൊരാളുടെ കത്ത് അയാളുടെ അനുവാദം കൂടാതെ വായിക്കാൻ പാടില്ല എന്നാണ് പറയുക, അല്ലേ? അതൊരു ഫോർമാലിറ്റിയുടെ ഭാഗമാണ്, ഒരു മര്യാദയുടെ ഭാഗമാണ്. എന്നിരുന്നാലും പോളി വിചാരിച്ചു, ഐ മസ്റ്റ് നോ വാട്ട് ഈസ് ഇൻസൈഡ് ദിസ് ലെറ്റർ. ഈ കത്തിൽ എന്താ ഉള്ളതെന്ന് എനിക്ക് തീർച്ചയായിട്ടും അറിഞ്ഞേ പറ്റുള്ളൂ. മേ ബി ഇറ്റ് വിൽ ചേഞ്ച് മൈ ഹോൾ ലൈഫ്. എൻ്റെ ഈ മൊത്തം ജീവിതം തന്നെ മാറ്റി മറയ്ക്കാൻ പോകുന്നതായിരിക്കും ചിലപ്പോൾ ഈ കത്ത്. മേ ബി ഇവാൻസ് ലവ്സ് അനദർ വുമൺ. ചിലപ്പോൾ ഇവാന് മറ്റൊരു സ്ത്രീയുമായി ചിലപ്പോൾ സ്നേഹത്തിലായിരിക്കാം. മേ ബി ഐ വിൽ ഹാവ് ടു ഗോ ബാക്ക് ടു ദ കൺട്രി ആൻഡ് വർക്ക് ആസ് എ പെസന്റ്. പണ്ടത്തെ പോലെ ഗ്രാമത്തിലേക്ക് പോയി ഒരു സാധാരണ കർഷക സ്ത്രീയുടെ ജീവിതം ചിലപ്പോൾ ഞാനിനി നയിക്കേണ്ടതായിട്ട് വന്നേക്കാം. അങ്ങനെയൊക്കെ പോളിയ ഭയപ്പെട്ടു. ഇപ്പൊ അവരെവിടെയാണ്?
നമ്മൾ പറഞ്ഞിരുന്നു ഇവാൻ പണ്ട് 5 വർഷങ്ങൾക്ക് മുമ്പ് സാധാരണ കർഷകരായിരുന്നു. ഇവർ ഗ്രാമത്തിലായിരുന്നു ജീവിച്ചിരുന്നത്. 5 വർഷമായി അവരിപ്പോൾ ടൗണിലേക്ക് മാറിയിട്ട് ടൗണിൽ വന്നതിന് ശേഷമാണ് പുള്ളിയുടെ ഹസ്ബൻഡ് എഴുതാനും വായിക്കാനും ഒക്കെ പഠിച്ച് ഒരു സക്സസ്ഫുൾ ഗവൺമെന്റ് ഒഫീഷ്യൽ ആയത് അല്ലേ. അപ്പോൾ ഇവാൻ തന്നെ ഉപേക്ഷിക്കുകയാണെങ്കിൽ താൻ തിരിച്ചിവിടുന്ന വില്ലേജിലേക്ക് പോകേണ്ടി വരുമെന്നും ഒരു സാധാരണ കർഷക സ്ത്രീയുടെ ജീവിതം നയിക്കേണ്ടി വരുമെന്നും പോളിയ ഭയപ്പെട്ടു. പോളിയ സ്റ്റാർട്ടഡ് ടു ക്രൈ അല്ലേ. ഏതൊരു സ്ത്രീയെ പോലെയും പോളിയായും കരയാനായിട്ട് തുടങ്ങി. ആൻഡ് ബിഗാൻ തിങ്കിങ് അബൌട്ട് ഹൗ ഇവാൻ സീം ടു ഹാവ് ചേഞ്ച്ഡ് ലേറ്റ്ലി. ഇവാൻ അടുത്തിടെയായിട്ട് എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടായിരുന്നു എന്ന് ചിന്തിക്കാനായിട്ട് തുടങ്ങി. ഷി സീം ടു ബി ടേക്കിംഗ് മോർ കെയർ ഓഫ് ഹിസ് മുസ്റ്റാഷ് ആൻഡ് ഹിസ് ക്ലോത്ത്സ്. മുസ്റ്റാഷ് എന്താണ്? മുസ്റ്റാഷ് മീശ. ഈ അടുത്തിടെയായിട്ട് തൻ്റെ ഡ്രസ്സിങ്ങിലും തൻ്റെ മീശ മിനുക്കുന്നതിലുമൊക്കെ ഒരുപാട് സമയം ഇവാൻ ചെലവഴിച്ചിരുന്നതായി പോളിയ ഓർത്തെടുത്തു. ഷി കെപ്റ്റ് ക്രൈയിങ് ആൻഡ് സ്നിഫ്ലിംഗ്. അവൾ അപ്പോഴും ആ ലെറ്റർ കയ്യിലെടുത്തുകൊണ്ട് ഷി സ്റ്റാർട്ടഡ് ക്രൈയിങ്. അവൾ കരഞ്ഞുകൊണ്ടേയിരുന്നു. സ്നിഫ്ലിംഗ് എന്താണ്? സ്നിഫ്ലി എന്ന് പറഞ്ഞാൽ മൂക്ക് ചീറ്റി വലിക്കുക. കുറേ നേരം കരയുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടാവുമല്ലോ, ഒരു ശ്വാസതടസ്സം പോലെ തോന്നുമല്ലോ. അപ്പോൾ ഷി സ്റ്റാർട്ടഡ് ടു സ്നിഫിൾ. Then what happened? But she could not read it at all. ഇപ്പോൾ കുറേ നേരം ഇരുന്ന് കരഞ്ഞത് കൊണ്ട് ആ ലെറ്റർ വായിക്കാൻ പറ്റുമോ? ഇല്ല. പക്ഷെ ആദ്യമായിട്ട് അവളുടെ ജീവിതത്തിൽ എഴുതാനും വായിക്കാനും അറിയാത്തതിൽ ഒരു കുറ്റബോധം ഉണ്ടായത് ഇപ്പോഴായിരുന്നു. To show it to someone else would be unthinkable. എന്നാൽ മറ്റാരെങ്കിലും കൊണ്ടെങ്കിലും ഈ കത്ത് വായിപ്പിക്കുക എന്ന് പറഞ്ഞാലും അതും വളരെ മോശമാണ്. കാരണം എന്താണ് ഈ കത്തിൽ എന്നുള്ളത് നമുക്ക് അറിയില്ലല്ലോ. So it is unthinkable. അത് അവൾക്ക് ചിന്തിക്കുന്നതിലും അപ്പുറത്തായിരുന്നു. പോളിയ hid the letter in her cupboard. ആ ലെറ്ററും പോളിയ കബോർഡിൽ ഒളിപ്പിച്ചു വെച്ചു. Finished sewing the jacket and waited for Ivan to come home. തന്റെ ജാക്കറ്റ് തുന്നുന്നതൊക്കെ പൂർത്തിയാക്കി ഇവാൻ വരുന്നതും കാത്തിരുന്നു. ഇങ്ങനൊരു സന്ദർഭത്തിൽ സാധാരണ വീടുകൾ എന്തൊക്കെയായിരിക്കും സംഭവിക്കുക? വലിയൊരു പൊട്ടിത്തെറിയൊക്കെ ഉണ്ടാവും, ഭയങ്കര ചൂടൻ ചർച്ചകളും അടിയും വഴക്കും ഇടിയും ഇറങ്ങിപ്പോക്കും ഒക്കെ സാധാരണ സംഭവിക്കാനുള്ളതായിരുന്നു. പക്ഷെ ഇവിടെ എന്താണ് സംഭവിച്ചിട്ടുണ്ടാവുക? നമുക്ക് നോക്കാം. When he returned, Polia did not let him know that anything had happened. ഇവാൻ സാധാരണ പോലെ തിരിച്ചു വന്നു. പക്ഷെ എന്തെങ്കിലും പ്രത്യേകമായി സംഭവിച്ചിട്ടുണ്ടെന്ന് പോളിയ ഭാവിച്ചതേയില്ല. ഓൺ ദ കോൺട്രറി, കോൺട്രറി എന്ന് പറഞ്ഞാൽ പതിവിന് വിപരീതമായി, അതായത് അതിന് ഓപ്പോസിറ്റ് ആയിട്ട് അവൾ എന്താ ചെയ്തത്? In a calm and even voice, she told her husband that she had nothing against doing a little studying and that she had to fed up with being an ignorant, illiterate peasant. എന്തെങ്കിലും സംഭവിച്ചതായിട്ട് പറയാതെ, സംഭവിച്ച കാര്യങ്ങളൊന്നും പറയാതെ എന്താണ് തന്റെ ഭർത്താവിനോട് പറഞ്ഞത്? വളരെ കാം ആൻഡ് ക്വൈറ്റ്, വളരെ ശാന്തയായിട്ട് എന്താ പറഞ്ഞത്? ഷി ഹാഡ് നത്തിങ് അഗെയിൻസ്റ്റ് ഡൂയിങ് എ ലിറ്റിൽ സ്റ്റഡി. തനിക്ക് പഠിക്കുന്നതിൽ യാതൊരു വിരോധവും ഇല്ല എന്ന് തന്റെ ഭർത്താവിനെ അറിയിക്കുകയാണ് ചെയ്തത്. ദാറ്റ് ഷി ഫെഡ് അപ്പ്. എന്താ ഫെഡ് അപ്പ്? മടുത്തു. ഇഗ്നോറൻ്റ് ആയി, അതായത് തീരെ നോളേജ് ഇല്ലാതെ, ഇല്ലിറ്ററേറ്റ് ആയി, അതായത് അക്ഷരാഭ്യാസം ഇല്ലാത്തവളെ പോലെ ജീവിച്ച ഈ ജീവിതം തനിക്ക് മടുത്തുവെന്നും തനിക്ക് എഴുതാനും വായിക്കാനും പഠിക്കണമെന്നും പോളിയ തന്റെ ഹസ്ബൻഡിനോട് പറഞ്ഞു. ഇവാൻ നിക്കോലാവിച്ച് വാസ് ഓവർജോയ്ഡ് ടു ഹിയർ ഇറ്റ്. ഇവാൻ ഒരുപാട് സന്തോഷമായി. കാരണം ഇവാനും ആഗ്രഹിച്ചത് തന്നെയാണ് അല്ലേ, തന്റെ ഭാര്യ ഒരു ലിറ്ററേറ്റ് വുമൺ ആവണമെന്നത് ഇവാന്റെയും ഒരു ആഗ്രഹമായിരുന്നു. ദാറ്റ്സ് ജസ്റ്റ് ഫൈൻ ഹി സെഡ്. അത് വളരെ നല്ലൊരു കാര്യമാണ്. ഐ മൈസെൽഫ് വിൽ ടീച്ച് യു ഹൗ ടു റീഡ് ആൻഡ് റൈറ്റ്. ഞാൻ തന്നെ നിന്നെ എഴുതാനും വായിപ്പിക്കാനും പഠിപ്പിക്കാം. All right, go ahead. നമുക്ക് മുന്നോട്ട് പോവാം. said Polia as he stared fixedly at Ivan's clipped little mustache. അങ്ങനെ നമുക്ക് മുന്നോട്ട് പോകാമെന്ന് ഇവാന്റെ ചീകി മെനുക്കി വെച്ച മുസ്റ്റാഷിലേക്ക് നോക്കിക്കൊണ്ട് പോളിയ പറഞ്ഞു. For 2 silent months Polia studied every day. 2 നിശബ്ദമായ മാസങ്ങളാണ് കടന്നുപോയത്. പക്ഷേ she studied very hard. She tried very hard to learn. അവളുടെ ആവശ്യമായിരുന്നു ഇത് പഠിച്ചിട്ട് ആ കത്ത് വായിക്കുക എന്നുള്ളത് അല്ലേ. അതുകൊണ്ട് 2 മാസങ്ങൾ വളരെ കഷ്ടപ്പെട്ട് ഇത് പഠിക്കുന്നതിന് വേണ്ടി പോളിയ സമയം ചെലവഴിച്ചു. She patiently put together the words, learned to form the letters and memorized the sentences. അക്ഷരങ്ങൾ പഠിച്ചു, അക്ഷരങ്ങൾ ചേർത്ത് വാക്കുകൾ ഉണ്ടാക്കാൻ പഠിച്ചു, വാക്കുകൾ ചേർത്ത് വരുന്ന സെന്റൻസുകൾ ഓർമ്മയിൽ വെച്ചു. അങ്ങനെ ഓരോരോ ചെറിയ കാര്യങ്ങളും വളരെ ക്ഷമയോടുകൂടി തന്നെ പോളിയ ചെയ്തു. Why? Because she wanted to read the letter. Every evening she took the short letter out of the cupboard and tried to find out its secret meaning, but it was not an easy job. Treasured letter,
താൻ നിധി പോലെ കാത്തിരുന്ന ആ ഒരു കാത്തു വെച്ചിരുന്ന ആ ലെറ്റർ എല്ലാ ദിവസവും വൈകുന്നേരം അവളെടുത്ത് വെക്കുമായിരുന്നു. പക്ഷേ അത് എളുപ്പമുള്ളൊരു ജോലി ആയിരുന്നോ ആ ലെറ്റർ വായിക്കുക എന്നുള്ളത്? അല്ല. ഇറ്റ് വാസ് എ തേർഡ് മന്ത് ബിഫോർ പോളിയ ലേൺ ഹൗ ടു റീഡ്. പക്ഷെ 3-ാമത്തെ മാസം ആയപ്പോഴത്തേക്കും പോളിയ ലേൺ ഹൗ ടു റീഡ് ആൻഡ് റൈറ്റ്. എഴുതാനും വായിക്കാനും പോളിയ പഠിച്ചു കഴിഞ്ഞിരുന്നു. എന്താണ് പോളിയയെ പഠിക്കാനായിട്ട് പ്രേരിപ്പിച്ചത്? യെസ്, ദ ലെറ്റർ. ആ ഒരു നിശ്ചയദാർഢ്യം കൂടെ, ഞാനിത് പഠിക്കും, എന്നിട്ട് എനിക്ക് ഈ കത്ത് വായിക്കണം എന്നുള്ള ആ ഒരു ഉറച്ച തീരുമാനമാണ് 2 മാസം കൊണ്ട് പോളിയയെ ഒരു ലിറ്ററേറ്റ് വുമൺ ആക്കി മാറ്റിയത്. One morning, when Ivan Nikolaevich had gone off to work, Polya took the letter out of the cupboard and started reading it. അങ്ങനെ ഒരു ദിവസം ഇവാൻ ജോലിക്ക് പോയ സമയത്ത് തന്റെ കബോർഡിൽ നിന്ന് ലെറ്റർ എടുത്ത് വെച്ച് പോളിയ വായിക്കാനായിട്ട് തുടങ്ങി. It was hard for her to understand the small handwriting, but the slight scent of perfume from the paper pushed her on. The letter was addressed to Ivan Nikolaevich. അവളെ സംബന്ധിച്ച് വളരെ സ്പീഡിലൊക്കെ വായിച്ചു മനസ്സിലാക്കാൻ വളരെ ബുദ്ധിമുട്ടായിരുന്നു. സ്മോൾ ഹാൻഡ് റൈറ്റിംഗ് ആയിരുന്നു, ചെറിയ അക്ഷരമായിരുന്നു, അത് വായിക്കാൻ വളരെ ബുദ്ധിമുട്ടായിരുന്നു. പക്ഷേ അതിൽ നിന്നും വന്ന ആ പെർഫ്യൂമിന്റെ മണം അവളെ വായിക്കുന്നതിലേക്കായിട്ട് കൂടുതൽ പ്രേരിപ്പിച്ചു. The letter was addressed to Ivan Nikolaevich. ആർക്ക് വേണ്ടിയിട്ട് വന്ന കത്തായിരുന്നു അത്? ഇവാന് വന്ന കത്തായിരുന്നു. കത്ത് നമുക്ക് വായിച്ചുവല്ലോ. ഡിയർ ഫ്രണ്ട്. ഫസ്റ്റ് ലെറ്റർ എന്ന് കണ്ടോ? ഫസ്റ്റ് സല്യൂട്ടേഷൻ എന്തായിരുന്നു? പ്രിയപ്പെട്ട കൂട്ടുകാരാ എന്നാണ്. I am sending you the book I promised. I think that your wife should be able to learn how to read in 2 or 3 months. Promise me, old boy, that you will make her do it. Explain to her, make her feel how disgusting it is to be an illiterate woman. Make sure you don't forget to teach her to read and write, Ivan Nikolaevich. With greetings, Maria. So who wrote the letter? ആരാണ് കത്ത് എഴുതിയത്? മറിയ. ഈ മറിയ ആരാണ്? യെസ്, മറിയ is Ivan's friend. അല്ലേ? I am sending you the book I promised. ഞാൻ നിനക്ക് തരാമെന്ന് പറഞ്ഞ ബുക്ക് ഇതോടൊപ്പം അയക്കുന്നു. I think that your wife should be able to learn how to read in 2 or 3 months. എനിക്ക് ഉറപ്പുണ്ട് നിന്റെ ഭാര്യ 2-3 മാസത്തിനുള്ളിൽ എഴുതാനും വായിക്കാനും പഠിക്കുമെന്ന് എനിക്ക് ഉറപ്പാണ്. Promise me, എനിക്ക് ഉറപ്പു തരൂ, ഓൾഡ് ബോയ്, that you will make her do it. നീ അവളെ കൊണ്ട് അത് ചെയ്യിക്കുമെന്ന് എനിക്ക് ഉറപ്പു തരൂ. Explain to her, അവളെ നീ പറഞ്ഞു മനസ്സിലാക്കണം. Make her feel, അവൾക്കത് ബോധ്യപ്പെടണം. How disgusting, എത്ര നാണക്കേടുള്ള കാര്യമാണ് it is to be an illiterate woman. അതായത് നിരക്ഷരയായിട്ട് ഇരിക്കുക എന്ന് പറയുന്നത് എത്രയോ നാണക്കേടുള്ള ഒരു കാര്യമാണെന്ന് നീ അവളെ പറഞ്ഞു മനസ്സിലാക്കണം. നീ അവളെ എഴുതാനും വായിപ്പിക്കാനും പഠിപ്പിക്കണം എന്നാണ് പറയുന്നത്. Make sure you don't forget to teach her to read and write, Ivan Nikolaevich. നിന്റെ പേരായ ഇവാൻ നിക്കോളാവിച്ച് എന്ന് എഴുതാനും വായിക്കാനും നീ പഠിപ്പിക്കാനായിട്ട് മറക്കരുത് എന്നാണ് മരിയ എഴുതിയിട്ടുള്ളത്. പോളിയ read this letter through twice. എത്ര തവണ വായിച്ചു? 2 തവണ ലെറ്റർ വായിച്ചു. Then pressing her lips together sadly and feeling somehow secretly insulted, she burst into tears. 2 തവണ ആ കത്ത് വായിച്ചു. അതിനുശേഷം അവള് പൊട്ടിക്കരയാണ് ചെയ്തത്. കാരണം താൻ ഇത്രയും നാള് സീക്രട്ട്ലി ഇൻസൾട്ടഡ്, ഞാൻ എത്രത്തോളം അപമാനിതയായിട്ടാണ് ജീവിച്ചിരുന്നത്. ഇത്രയും കാലം എനിക്ക് എഴുതാനും വായിക്കാനും പഠിക്കാൻ തോന്നിയില്ലല്ലോ. അപ്പോൾ അതിലുള്ള നാണക്കേട് ഇപ്പോഴാണ് അവള് മനസ്സിലാക്കിയത്. അതിൻ്റെ സങ്കടം കൊണ്ട് അവൾ പൊട്ടിക്കരയാണ് ചെയ്തത്. നിങ്ങൾക്ക് സ്റ്റോറി മനസ്സിലായോ? ഹോപ്പ് യു അണ്ടർസ്റ്റുഡ്. അപ്പോൾ നമ്മുടെ സാക്ഷരതയ്ക്ക് നമ്മുടെ ജീവിതത്തിൽ എത്രത്തോളം പ്രാധാന്യമുണ്ട് എന്ന് ഈ കഥയിലൂടെ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. എഴുതാനും വായിക്കാനും അറിയുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. എഡ്യൂക്കേഷൻ എന്ന് പറയുന്നതും വിദ്യാഭ്യാസമായിരിക്കുക, അഭ്യസ്ത വിദ്യരായിരിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അത് പോളിയ എന്ന് പറഞ്ഞ കഥാപാത്രം, അതായത് ഒരു സ്ട്രോങ് ഡിറ്റർമിനേഷൻ നമുക്കുണ്ടെങ്കിൽ, ഉറച്ച തീരുമാനമുണ്ടെങ്കിൽ ഏതൊരു ബുദ്ധിമുട്ടുകളെയും അതിജീവിച്ച് നമുക്കത് നേടാനാവുമെന്നും ഈ പോളിയ നമുക്ക് തെളിയിച്ചു തന്നു. ഈ കഥ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. Read the paragraph twice or thrice and find out the answers for the textual questions. And also construct the character sketch of Polya. Activity number 1, പോളിയയുടെ ക്യാരക്ടർ സ്കെച്ച് എഴുതാനുള്ളതാണ്. ഇറ്റ്സ് എ വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. നിങ്ങൾ സ്വന്തമായിട്ടൊന്ന് എഴുതി നോക്കുക. അതിനുശേഷം ടീച്ചേഴ്സ് വേർഷൻ തരുന്നുണ്ടായിരിക്കും. നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി കുറച്ച് ലിങ്ക്സ്, അതായത് ചില ക്ലൂസ് അവിടെ തന്നിട്ടുണ്ട്. അവൾ ഇന്നസെൻ്റ് ആണ്, ഇല്ലിറ്ററേറ്റ് ആണ്, ഇൻ്റലിജൻ്റ് ആണ്, ബുദ്ധിമതിയും കൂടിയാണ് അല്ലേ.
സെൻസിബിൾ ആണ്, ക്ലെവർ ആണ്, ബുദ്ധിമതിയാണ്, ഡിറ്റർമൈൻഡ് ഉറച്ച തീരുമാനമുള്ളവളാണ്, സെൻസിറ്റീവ് വളരെ പെട്ടെന്ന് റിയാക്ട് ചെയ്യുന്നവളാണ്, അംബീഷ്യസ് ഒരുപാട് നേടണമെന്ന ആഗ്രഹമുള്ളവളും കൂടിയാണ്. ഇതെല്ലാം തെളിയിക്കുന്ന പാഠഭാഗത്തിലെ സന്ദർഭങ്ങളും കൂടി കൂട്ടിച്ചേർത്തുകൊണ്ട് പോളിയുടെ ക്യാരക്ടർ സ്കെച്ച് കൂടി നിങ്ങൾ തയ്യാറാക്കുക. Okay, hope you understood today's class. We can meet in our next class. Thank you.